മക്കയിലെ പ്രിയപ്പെട്ടവരുടെ വേർപാടും ശത്രുക്കളുടെ പീഡനങ്ങളും കൊണ്ട് പ്രവാചകൻ വളരെയധികം വിഷമിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. ആ സമയത്താണ് അല്ലാഹു അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസവും ആദരവുമായി ഈ യാത്ര സമ്മാനിച്ചത്. ഒരു രാത്രിയിൽ മക്കയിലെ കഅബയുടെ അടുത്ത് കിടന്നുറങ്ങുകയായിരുന്നു പ്രവാചകൻ. അപ്പോൾ ജിബ്രീൽ എന്ന മാലാഖ അദ്ദേഹത്തെ ഉണർത്തി. അവിടെ ബുറാഖ് എന്ന് പേരുള്ള വെളുത്ത നിറമുള്ള മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം പ്രവാചകനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം മക്കയിൽ നിന്ന് പാലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് മുൻപ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും അദ്ദേഹം നേതൃത്വം നൽകി പ്രാർത്ഥിച്ചു. ഈ യാത്രയെയാണ് ഇസ്രാ അല്ലെങ്കിൽ രാത്രിയാത്ര എന്ന് വിളിക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് മുകളിലേക്കുള്ള യാത്രയായിരുന്നു. മാലാഖയോടൊപ്പം ഓരോ ആകാശവും കടന്ന് അദ്ദേഹം മുന്നോട്ടു പോയി. ഓരോ ആകാശത്തിലും വെച്ച് ആദം നബി, ഈസാ നബി, മൂസാ നബി, ഇബ്രാഹിം നബി തുടങ്ങിയ പ്രവാചകന്മാരെ അദ്ദേഹം കണ്ടുമുട്ടി. അവർ സ്നേഹത്തോടെ അദ്ദേഹത്തെ വരവേറ്റു. ഏറ്റവും ഒടുവിൽ മാലാഖമാർക്ക് പോലും പ്രവേശനമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ അറ്റത്തുള്ള സിദ്റത്തുൽ മുൻതഹ എന്ന ഇടം വരെ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ വെച്ച് പ്രവാചകൻ തൻ്റെ സ്രഷ്ടാവുമായി സംവാദിച്ചു. ആ കൂടിക്കാഴ്ചയിലാണ് മനുഷ്യർക്ക് ഏറ്റവും വലിയ സമ്മാനമായ 5 നേരത്തെ നിസ്കാരം ലഭിക്കുന്നത്. ആദ്യം 50 നേരത്തെ നിസ്കാരമായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും പിന്നീട് പ്രവാചകന്റെ അപേക്ഷപ്രകാരം അല്ലാഹു അത് 5 നേരമാക്കി കുറച്ചു നൽകി. എങ്കിലും 5 നേരം നിസ്കരിച്ചാൽ 50 നേരത്തെ പ്രതിഫലം ലഭിക്കുമെന്ന് അല്ലാഹു ഉറപ്പു നൽകി. പിന്നീട് സ്വർഗവും നരകവും അവിടുത്തെ അത്ഭുത കാഴ്ചകളും കണ്ട ശേഷം അതേ രാത്രി തന്നെ അദ്ദേഹം മക്കയിൽ തിരിച്ചെത്തി. നേരം പുലർന്നപ്പോൾ ഈ കഥ കേട്ട പലരും വിശ്വസിക്കാൻ മടിച്ചു. കാരണം മാസങ്ങൾ എടുത്തു യാത്ര ചെയ്യേണ്ട ദൂരം ഒരു രാത്രി കൊണ്ട് പ്രവാചകൻ പിന്നിട്ടു എന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് ഇതിനെ സംശയമില്ലാതെ വിശ്വസിച്ചു. അങ്ങനെ പ്രവാചകന് ആത്മവിശ്വാസവും വിശ്വാസികൾക്ക് നിസ്കാരം എന്ന പുണ്യവും നൽകിക്കൊണ്ടാണ് ആ രാത്രി കടന്നുപോയത്. റജബ് മാസത്തിലെ 27-ാം രാവിനെ ഇന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈ യാത്രയെ അനുസ്മരിച്ച് ഭക്തിയോടെ കാണുന്നത് അതുകൊണ്ടാണ്.